അപ്പോൾ ആ കുട്ടിയോട് ഇതയക്കാൻ പറയും, ഈ ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ പ്ലെയിൻ വോയിസ് മാത്രം അയക്കാൻ പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അയച്ച് ഇഷ്ടപ്പെട്ട എന്നിട്ട് പാടിച്ച പാട്ടാണ് വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടാ ഞാൻ എൻ്റെ മെയിൽ വോയിസ് ഞാൻ പാടിക്കോട്ടെ. ക്ക് ഗാനമേളയിലൊക്കെ പോയി കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പം അത് വിട്ടാലോ. ഞാനൊക്കെ നേരിട്ട് കണ്ടിരിക്കുന്ന ആദ്യത്തെ സെലിബ്രിറ്റി ഒരു പക്ഷെ MG രാധാകൃഷ്ണൻ സാറ്. ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ ട്രിബിൾസ് ഒക്കെ ഇരുന്നു. അന്ന് ഹെൽമെറ്റ് വേണ്ട, ഈ എത്ര പേര് ഇരിക്കുന്നു എന്നൊന്നും ആരും നോക്കാനുമില്ല. ഒരാളൊരു പാട്ട് പാടാൻ പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് പാടാൻ പറ്റില്ല. അതേസമയം ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാറ്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാറ്. ടോപ്പ് ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രം ദ വേൾഡ് ഓഫ് ലോ ടു ദ വേൾഡ് ഓഫ് മ്യൂസിക് ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു തന്ന പ്ലേബാക്ക് സിംഗറും മ്യൂസിക് കമ്പോസറുമായ രവിശങ്കറാണ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. എന്തൊക്കെയുണ്ട് പുതിയ പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം, പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ നന്നായി പോകുന്നു. ഫ്രം ദ വേൾഡ് ഓഫ് ലോയിൽ ഞാൻ ഒരു ഷോർട്ട് വിസിറ്റർ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് മ്യൂസിക്കിലായിരുന്നു. ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു. ഈ ലോ എന്നുള്ള ഒരു വലിയൊരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അന്ന് ഒരു കോളേജ് ഭയങ്കര ജോയ്ഫുൾ. അതൊന്ന് മ്യൂസിക്കിലോട്ടുള്ളൊരു എന്താ പറയാ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, മ്യൂസിക് എൻ്റെ ലൈഫിൽ ആദ്യം മുതൽ എൻ്റെ ഫാമിലിയിൽ നമ്മൾ എണീക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ തന്നെ എഴുന്നേൽക്കുമ്പോഴേ ആദ്യം റേഡിയോ കേട്ട് എണീക്കുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനെ മ്യൂസിക് ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനെ കേട്ട് വരുന്ന ആൾ ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും പാടാൻ അറ്റംപ്റ്റ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ മ്യൂസിക് എന്നിലോട്ട് വന്നു. പിന്നെ അമ്മ കുറച്ചൊക്കെ പാട്ടൊക്കെ പറഞ്ഞു തരും. ആദ്യം ഇല്ല ഇങ്ങനൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബ്ലണ്ടായിട്ടൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞു തരും. കോമ്പറ്റീഷൻസിനൊക്കെ പോയി അങ്ങനെ മ്യൂസിക് അങ്ങനെ വന്നു ചേർന്ന സീരിയസ് ആയിട്ട് വന്നത് ഒരു പക്ഷേ 10th കഴിഞ്ഞു. അപ്പോഴത്തേക്ക് വിചാരിച്ചു പാട്ട് കൊടുത്തൊക്കെ നിർത്തണം. +2 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തകർത്ത് പഠിച്ചാലേ എനിക്ക് മറ്റേ എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. എൻട്രൻസ് മെഡിക്കൽ ആയിരുന്നപ്പോ ഞാൻ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി ഇതായിരുന്നു, എന്താണ് സെക്കൻഡ് ഗ്രൂപ്പ്. മെഡിസിൻ എൻട്രൻസ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് പാരലലി എനിക്ക് എൻട്രൻസ് എഴുതി കിട്ടിയില്ല വിജയകരമായി. അപ്പോൾ അത് കഴിഞ്ഞ് പാരലലി എനിക്ക് ഇവിടെ കേരള ലോ അക്കാഡമിയിൽ അഡ്മിഷൻ ആയിരുന്നു. അങ്ങനെ അപ്പോഴും വിചാരിച്ചു ആ ലോ അക്കാഡമിയിലെ അഡ്മിഷൻ വെറും ഒരു താൽക്കാലിക വിശ്രമ കേന്ദ്രം മാത്രം. ഫസ്റ്റ് ഇയർ ഇരുന്ന് ഭയങ്കരമായിട്ട് പഠിച്ച് റിപ്പീറ്റ് ചെയ്തു എന്നൊക്കെ. 1 വർഷം കളയണ്ട, അതിനുവേണ്ടി മാത്രം ലോ അക്കാഡമി ചേർന്നാന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിന് ആ കോളേജിൻ്റെ ആ ഓളത്തിലായി. പിന്നെ വിചാരിച്ചു ജസ്റ്റ് അങ്ങനെ ലോ കംപ്ലീറ്റ് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. പിന്നെ നേരെ തിരിച്ച് വീണ്ടും ചെറിയ ചെറിയ വർക്ക്സ് പ്രോഗ്രാംസിലൊക്കെ പോകാറുണ്ടായിരുന്നു. അതായിരുന്നു മനസ്സിന് കൂടുതൽ സംതൃപ്തിയും ഇഷ്ടവും. അതായിരുന്നു പകുതി LLB പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഗാനമേളയിലൊക്കെ പോയി കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പം അത് വിട്ടാലോ എന്നൊക്കെയുള്ളൊരു കുറ്റകരമായ ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ വീട്ടിലുള്ള ഗൈഡൻസ് ആണ് എന്നെ ഇതിൽ നിലനിർത്തിയതും ഈ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അതിപ്പോൾ അതർവൈസ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ അതും കംപ്ലീറ്റ് ഡ്രോപ്പ് അതിൽ നിന്ന് വിട്ടിട്ട് പാട്ടിൽ വന്നേനെ. ഈ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ കുറേ യൂത്ത് ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ അതിലൊക്കെ സജീവമായിട്ട് പോയിരുന്നു. പക്ഷെ ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടി. ഒന്നാമത് എനിക്ക് റെസിറ്റേഷൻസിനൊക്കെ എന്നെ കൊണ്ട് ചേർക്കും. ഒരു നിവൃത്തിയില്ല, പദ്യപാരായണം കാണാതെ പഠിച്ച് പറയുക. അത് ഭയങ്കര ഹിസ്റ്റീരിക്കലി മനുഷ്യന് അങ്ങനെ ടെൻഷനായി പോകുന്നു. ഞാൻ പാട്ടാണെങ്കിലും ഓക്കെ, ഇപ്പം ഒരു 10 വരി അല്ലെ 10 പേജുള്ള കവിതയാണെങ്കിൽ അതിൻ്റെ ട്യൂൺ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിങ്ങനെ അടുക്കി ക്രോണോളജിക്കലി ഈ വരി കഴിഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടാണ്. പാട്ടും ആ സമയത്ത് പാടിയിട്ട് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നെ പഠിപ്പിച്ച സ്കൂളിൽ
വൈകുണ്ഠപതി എന്ന് പറഞ്ഞ മ്യൂസിക് സാറാണ്, ടീച്ചറാണ്. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. അത് അദ്ദേഹം ഇങ്ങോട്ട് വന്ന എൻ്റെ അമ്മ എന്നെ ഞാൻ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഞാൻ ആണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ മ്യൂസിക് സാറായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഇവനെ ഞാൻ കുറച്ച് പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ പാട്ട് കൊണ്ട് തരിക. അത് എത്ര വയസ്സ്? അത് ഞാൻ 5th സ്റ്റാൻഡേർഡ്. ഈ വയസ്സ് പാട്ടിൽ യാതൊരു ബന്ധമില്ല. കാരണം ഞാൻ 45 വർഷം സംഗീതം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ഇസ് 101% ഇമ്മെറ്റീരിയൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയം പഠിച്ചിട്ടുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഒരു ഗ്രാമറും സയൻസും ഒക്കെ പഠിച്ചാൽ ഓക്കെ. ആ സമയത്ത് ഡിവോഷണൽ സോങ്സ്, ഇപ്പോൾ കോളേജ് ആ കാലഘട്ടത്തിൽ തന്നെ ഡിവോഷണൽ സോങ്സ്, ആൽബം സോങ്സ് ഒക്കെ പാടിയിരുന്നോ? ഇല്ലില്ല. റെക്കോർഡിങ് മെയിൻലി വന്നത് ഡിവോഷണൽ സോങ്സിലൊക്കെ വരുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം സാഫല്യം. പൊന്നൂലപ്പന്തലിൽ വേളിപ്പെണ്ണായെന്റെ സ്വയംവര രാജകുമാരി വരുമോ, ആ പാട്ട് പാടുമ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ കാസറ്റ്സ് ആൽബംസ് ഒക്കെ പാടി തുടങ്ങുന്നത്. ഓ, അപ്പോൾ ഫസ്റ്റ് റെക്കോർഡിംഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് ഫിലിം അല്ല, അതിനു മുമ്പ് ഈ ട്രാക്ക് സിംഗിങ് ഒരുപാട് പാടിയിരുന്നു. അപ്പോൾ ഇതെപ്പോഴായിരിക്കും എൻ്റെ പാട്ടൊരെണ്ണം സ്ട്രെയിറ്റ് ആവുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സിനിമയിൽ MG രാധാകൃഷ്ണൻ സാറ്, കൈതപ്രം സാറ് ചേർന്ന് ഒരുക്കിയ ഈ പാട്ട് കിരീടമുണ്ണി അദ്ദേഹം വിളിച്ചു തന്ന പാട്ടാണ്. സുരേഷ് ഗോപി ചേട്ടൻ അന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറിൽ ഈവൻ അദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യായിരുന്നു ഒരു പുതിയ വോയിസ് വരട്ടെ. പുതിയ വോയിസ് വേണ്ട, ദാസേട്ടൻ പാടിയാൽ മതി, ശ്രീകുട്ടൻ പാടിയാൽ മതി എന്ന് പറയാമായിരുന്നു. അത് ചെയ്യാതെ എന്നെ പാടാൻ അനുവദിച്ചതും സുരേഷ് ചേട്ടനല്ലേ. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നൊരു നന്മ എനിക്ക് തന്നതുകൊണ്ട് സിനിമയിൽ പാടി തുടങ്ങിയപ്പോൾ പിന്നെ കാസറ്റിൽ ട്രാക്ക് പാടുന്ന പരിപാടി കുറയുകയും സ്ട്രെയിറ്റ് സോങ്സ് വരികയും ചെയ്തു. ആ ഒരു ഫസ്റ്റ് റെക്കോർഡിങ്ങിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പം അത് തിയേറ്ററിൽ കാണുമ്പോഴും? തിയേറ്ററിൽ കാണാൻ ഞാനും ഫ്രണ്ട്സും ഒക്കെ കൂടെയാണ് ആദ്യം പോയത്. പിന്നെ ഒരു ഫാമിലി ആയിട്ട് പോയി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ ട്രിബിൾസ് ഒക്കെ ഇരുന്നു. അന്ന് ഹെൽമെറ്റ് വേണ്ട, ഈ എത്ര പേര് ഇരിക്കുന്നു എന്നൊന്നും ആരും നോക്കാനുമില്ല. ബൈക്കിൽ പോയി. എൻ്റെ ഫാമിലി, എൻ്റെ ഒരു ക്ലോസ് ഡിയറസ്റ്റ് കസിൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ, ഞങ്ങളെല്ലാവരും കൂടെ പോയാൽ കണ്ട ആദ്യം. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 3 years ആയിട്ടുണ്ടാവും. അതും മറ്റും നേരത്തെ കുറെ. ഞാൻ എൻ്റെ ആദ്യത്തെ മൂവി 99, സാഫല്യം 99 98 99. എന്താണ് ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഓഫ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ചേട്ടൻ കണ്ടുവന്നിട്ടുള്ളത്? ഇത്രയും കാലം മ്യൂസിക്കിനോടൊപ്പം ഇൻഡസ്ട്രി ഏതാണെങ്കിലും ഇപ്പൊ പ്യുവർലി ഫിലിം അല്ല, എന്നാൽ അതിൻ്റെ നൈബർഹുഡ്സിലൊക്കെ ഉള്ള മ്യൂസിക്കുമായിട്ട് നിൽക്കാൻ ഇത്രയും നാൾ കഴിയുന്നു എന്നുള്ളത് എൻ്റെ ഗുരുനാഥന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹമായിട്ട് കരുതുന്നു. ചേഞ്ചസ് അത് ഒന്ന് ടെക്നോളജിക്കലി ഉള്ള ചേഞ്ചസ് ആണ്. ഞങ്ങൾ പാടിയൊക്കെ തുടങ്ങുമ്പോൾ കാസറ്റിൽ പാടാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ്. നല്ല കാസറ്റിൽ പാട്ട് കേൾക്കാൻ ഇപ്പോഴും ഒരു അതിൻ്റെ ഒരു അനലോഗ് വാംത്ത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മെല്ലെ CD ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ് പോയില്ലേ കാസറ്റ്സിൻ്റെ. അങ്ങനെ ഒരു മോശം സംഭവം സംഭവിച്ചിട്ടുണ്ട്. പെൻഡ്രൈവിലേക്ക് മാറി, ഈവൻ CD-യിലേക്ക് മാറിയപ്പോൾ തന്നെ പണ്ടും കാസറ്റ്സിലെ പാട്ടുകൾ നമുക്ക് പലയിടത്തും പോയി സെലക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഒറ്റ കാസറ്റിലാക്കുക എന്നൊക്കെയുള്ള ഒരു പാരലൽ ലൈൻ പണ്ടും ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട 10 പാട്ടുകൾ ഇപ്പോൾ ഒരു സൈഡിൽ 7 പാട്ട് നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇരുട്ടുള്ള ഒരു മുറിക്കകത്ത് പോയി ഒരു ചേട്ടൻ്റെ അടുത്ത് ലിസ്റ്റൊക്കെ കൊടുത്തു അപ്പുറം ഇപ്പുറം കറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടി മാത്രം. അത് ഫോർ സെയിലൊന്നും അല്ല. പക്ഷെ പിന്നീട് അത് പൈറസി ലെവലിലേക്ക് CD ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പം ബിസിനസ്സിനെ കുറച്ചൊന്ന് പിന്നെ അത് CD ആയി. പിന്നെ അത് അന്ന് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ അക്കോസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സിന്റെ യൂസേജ് ഉണ്ടായിരുന്നു. ഇപ്പം അത് തീരെ കുറഞ്ഞു. പ്രത്യേകിച്ചും ഈ സിനിമാറ്റിക് അല്ലാത്ത ഓഡിയോ ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. പാട്ട് മാത്രമല്ല, അതിന്റെ അത് കൂടാതെ കമ്പോസിങ്ങിലോട്ടും ചേട്ടൻ കടന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് എത്രമാത്രം ചാലഞ്ചിങ് ആയിരുന്നു ഈ പാട്ട്? എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പണ്ടത്തെ ഈ ട്രാക്ക് സിംഗിങ് പരിപാടിയിൽ കമ്പോസറിനോടൊപ്പം നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നത്. അവര് എന്തുകൊണ്ട് ആ പാട്ട് അങ്ങനെ ചെയ്യുന്നു, അല്ല അത് വേണ്ട അത് മാറ്റുമെന്ന് പറയുന്നത് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരിക്കും. ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സോ ഫിലിമിൻ്റെ ഡയറക്ടേഴ്സൊക്കെ ചേട്ടാ പാട്ട് കൊള്ളാം പക്ഷെ അതൊന്ന് മാറ്റണേ എന്നൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരോട് MG രാധാകൃഷ്ണൻ സാറിനോട് പെരുമ്പാവൂർ സാറിനോടൊക്കെ അവരൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ അവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ പലതും 10-12 ട്യൂൺസ് ചെയ്ത് മാറ്റിയിട്ട് സെലക്ട് ചെയ്തൊരു ട്യൂണായിരിക്കും. അപ്പോൾ അതും അവർ മാറ്റുന്ന ഈസും അതേപോലെ സ്ട്രെയിനും ഉണ്ടത്.
ചിലപ്പോൾ നമുക്കൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ട്യൂണായിരിക്കും, പക്ഷെ അത് മാറ്റാൻ പറയും. അപ്പോൾ അത് ട്യൂൺ മാറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു കമ്പോസർ അത് വലിയ ചലഞ്ചിങ് ഒന്നുമല്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ശരി ചെയ്യാം എന്നുള്ളൊരു, ആ ട്യൂൺ എടുത്ത് കളഞ്ഞ് ഉപേക്ഷിക്കില്ല, ആ ട്യൂൺ സൈഡിലേക്ക് വെക്കും, പിന്നീട് ഉപയോഗിക്കാം. അത് ഏതായിരുന്നു കമ്പോസ് ചെയ്ത? കുറെ പാട്ടുകളുണ്ട്, എനിക്ക് എക്സാക്ട്ലി നെയിം ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ആൽബംസിലെ പാട്ട് ലിറിക്സ് ഒക്കെ ചിലപ്പം ഖടോത്കജൻ ഒക്കെ എഴുതും, അങ്ങനത്തെ ലിറിക്സ് ഒക്കെ മാറ്റാൻ പറയുമ്പോഴത്തേക്ക് പിന്നെ അപ്പോഴേ ആ പാട്ട് പൊളിയും. കാരണം ട്യൂണൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കായിരുന്നു നമുക്ക് ആ ലിറിക്ക് അവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ സ്റ്റെബിലിറ്റി അങ്ങ് കുറയൂലേ. ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് ഒരു മേജർ സാധനം വലിച്ചു ഊരി എടുത്ത് അല്ല, ആദ്യം നമ്മൾ കഥ പറഞ്ഞിട്ടാണ് ആയിരിക്കുമല്ലോ അല്ലെ അത് ട്യൂൺ ചെയ്യാ. അതെ, അല്ല അതിന് തന്നെ ഇപ്പോ ഫോർ എക്സാമ്പിൾ മേഘം പൂത്തു തുടങ്ങി, ആ പാട്ടിന്റെ കമ്പോസിങ് സമയത്തൊന്നും ഞാനില്ല. സാർ എന്നോട് പെരുമ്പാവൂർ സാർ പറഞ്ഞത് ആദ്യത്തെ ബ്രേക്ക് ആ പാട്ടൊക്കെ ആ ആ ഹമ്മിങ് എല്ലാം ഒരുമിച്ച് പാടുന്നതായിട്ടായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് ആ ബ്രേക്ക് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് അവരുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവിന്റെ ഔട്ട് ബേസ്റ്റ് പോലെ ഒരു മാനത്ത് നമ്മുടെ ഫയർ വർക്സ് ഒക്കെ കാണുന്ന പോലത്തെ ഒരു എക്സ്പ്രഷനാണ്. പക്ഷെ പിന്നീട് അതിനെ മുറിച്ച് ചെയ്യുന്നതും അവിടെ മ്യൂസിക് ഡയറക്ടറിന്റെയും ഒരു പാട്ടുകാരനെ കൊണ്ട് ഇത്രയും പാടിച്ചത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ സിനിമയുടെ വിഷ്വൽസ് മാത്രം കണ്ടിട്ട് ചെയ്ത പാട്ടാണ് ആ പാട്ട്. വിഷ്വൽസ് എല്ലാം കാണിച്ചിട്ട് സാറിനെ കാണിച്ചിട്ട് രണ്ടാമത് റീവർക്ക് ആ പാട്ട് പിന്നീട് ക്രിയേറ്റ് ചെയ്ത പാട്ടാണ് സ്യൂട്ട് ചെയ്തിട്ട്. അങ്ങനെ ഇതെല്ലാം ഒരു കമ്പോസർ എന്നുള്ള നിലയിൽ ചലഞ്ചിങ് ആണ് അവർക്കൊക്കെ. നമ്മൾ ഇതൊക്കെ കണ്ട് നമുക്ക് പഠിക്കാനും പറ്റും. അല്ല, അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അത് കണ്ട് പഠിക്കാൻ പറ്റും, നമ്മൾക്കും കാര്യങ്ങൾ ഈസി ആവും. എം.ജി. രാധാകൃഷ്ണൻ സാറാണെങ്കിൽ എല്ലാ പാട്ടുകളെയും കഴിയുന്നതും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻസ് ആയിരിക്കും അദ്ദേഹത്തിന് ചെയ്തു വരുമ്പോൾ. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ മനസ്സിൽ തോന്നിയാൽ അദ്ദേഹം അതിനെ ട്രിം ചെയ്ത് കുറച്ചും കൂടെ റൗണ്ട് ആക്കിയാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ടു ദ ലിസണേഴ്സ് ഹാർട്ട് അങ്ങനെ വരണം. അവരൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു സോളാണ് ആ പാട്ട്. ഹൗ ടു റെൻഡർ എ സോങ്, ഇല്ലെങ്കിൽ നമ്മളെ ആ പാട്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൻ്റെ ആത്മാവിൽ എങ്ങനെ തൊടണം എന്നൊക്കെ നമുക്ക് തൊടാൻ ദൂരെ നിന്ന് തൊടാൻ പറ്റും. എന്നാലും അവരൊക്കെ തൊടുന്ന പോലെ ഇതാണ് വഴിയെന്ന് കാണിച്ചു തന്നതിൻ്റെ അതിനടുത്തൊക്കെ നിൽക്കാൻ പറ്റുന്നതാണ് ഭാഗ്യം എന്ന് വരും. സത്യം. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഇതിപ്പോൾ പറഞ്ഞ പോലെ ഈ ലെജൻസിന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് പിന്നീട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണ ആ മൊമെന്റ് എന്ന് പറഞ്ഞത് ഭയങ്കര അനുഗ്രഹം. ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹം, ഞാനും എം.ജി. രാധാകൃഷ്ണൻ സാറും കൂടി ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ നാഥാ നീ വരും എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത എം.ജി. രാധാകൃഷ്ണനെ കാണാൻ വേണ്ടി മേടയിൽ വീട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മുറുക്കം, അവിടെ വീട്ടിനകത്തിരുന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചു. ആ മുറുക്കാങ്കടയിൽ ഞാൻ ഒരു പകൽ മുഴുവൻ നിന്നിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ രാവിലെ ഷർട്ട് ഇടാതെ മുണ്ട് മാത്രം എടുത്ത് ഇറങ്ങി വരുന്നു, പിന്നെ കുറച്ച് വെള്ള ജുബൊക്കെ ഇട്ട് നേരെ കാറെടുത്ത് ഓണിൻ്റെ റെഡി പോകുന്നു, തിരിച്ചു വരുന്നതൊക്കെ ഇതെല്ലാം കാണാൻ വേണ്ടി ഒരു ദിവസം ഒരു പകൽ മുഴുവൻ പുള്ളി മുറുക്കാങ്കടയുടെ മുമ്പ് നിൽക്കുക. അതേപോലെ ദേവരാജ് മാസ്റ്ററിന്റെ കൂടെയും ഒരുപാട് മാഷിന്റെ കൂടെ എന്നെ പ്രകാശ് ചേട്ടനും നമ്മുടെ മാല പാർവതി ഇവരാണ് എന്നെ മാഷിന്റെ അടുത്ത് കൊണ്ടുവന്നത്. മാഷിന്റെ അടുത്ത് പോയി ഒരു പാട്ട് പാടാൻ പറഞ്ഞ് ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ വളരെ സ്കൂൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്തെങ്ങാണ്ടാണ്. പഴയ പാട്ട് ഓൾമോസ്റ്റ് എല്ലാം വയലാർ ദേവരാജൻ എന്നാണ് എൻ്റെ വിശ്വാസം. മാഷിന്റെ പാട്ട് ഏതൊക്കെ അറിയാം, ഒരു പാട്ട് പഠിക്കാന്ന് പറയുമ്പോൾ ആദ്യം പാടിയതാ കരയുന്നു പുഴ. അപ്പത്തേക്ക് പ്രകാശേട്ടൻ്റെ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പാടട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പല്ലവി അനുപല്ലവിയൊക്കെ പാടിച്ചു കഴിഞ്ഞ് ഇത് ഞാൻ ചെയ്തതല്ല ഞാൻ പറഞ്ഞ എന്നെ അങ്ങനെ തോന്നി. എൻ്റെ ബുക്കിൽ ഒരു 3-4 പാട്ടേ ഉള്ളൂ. അപ്പം മാഷ് ബുക്ക് മറിച്ച് നോക്കിയിട്ട് 1000 പാദസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രകാശ് ചേട്ടനോട് സേവ് ചെയ്ത് പിടിച്ചു വെച്ചിട്ട് ഇതറിയാമോ എന്നാ ഇതൊന്ന് പഠിക്കുക. 1000 പാദസരങ്ങൾ അതാണ് ഞാൻ ആദ്യം മാഷിൻ്റെ അടുത്ത് ധൈര്യപൂർവ്വം പാടിയ പാട്ട്. പിന്നെ കുറേ പാട്ടുകൾ, അമ്പലപ്പറമ്പിലെ ആരാമത്തില് ചെമ്പരത്തി പൂവേ, അതൊക്കെ മാഷ് ഇങ്ങനെ ബെഡിലിരിക്കുകയും താഴെ ഇരുന്ന് പായിട്ടിട്ട് ഹാർമോണിയം ഞാൻ തന്നെ വായിച്ചിട്ട് മാഷ് പറഞ്ഞ നിമിഷങ്ങൾ ഒരു സന്ധ്യക്കാണ്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും.
മറക്കാനാവാത്ത മാഷിന്റെ ഒരു മേജർ ഇവന്റ് ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പാട്ടൊക്കെ പഠിപ്പിച്ചത്. പക്ഷെ ആ സമയത്തൊരു കൺജങ്ക്ടിവൈറ്റിസ് അടിച്ച് പ്രോപ്പറായിട്ട് റിഹേഴ്സൽസിനൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. അങ്ങനെ അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് പകരം എനിക്ക് ആ വർഷത്തെ മാനവീയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ വലിയൊരു കോറൽ ബാക്കിംഗ് ഒക്കെ ഉള്ള പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സോങ് പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ 1-2 കുഞ്ഞ് ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടിച്ചു. ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട്, കാരണം പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സെൽഫി ഇല്ല, ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല, നമുക്ക് ഈ ഓട്ടോഗ്രാഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മൊമെന്റ് ഒക്കെ എങ്ങനെയാണ് ഫ്രീസ് ചെയ്തോണ്ടിരുന്നത്? നിവർത്തില്ല. ഈ ദേവരാജ് മാഷിന്റെ അടുത്ത് പോയി ഞാൻ ഇന്നവരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കസേരയിൽ ഇരുന്നിട്ടില്ല. അത് ഞാനല്ല, ഒരുമാതിരിപ്പെട്ട ആരും ഇരുന്നിട്ടില്ല. എല്ലാവരും അത്രയും റെസ്പെക്റ്റോടുകൂടി മാറി നിൽക്കാനേ ആഗ്രഹിച്ചിരുന്നിട്ടുള്ളൂ. ഒരു ഫോട്ടോ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ട്, ചോദിച്ചിട്ട് തരുന്നില്ല. ഒരു പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് അത് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ദേവരാജ് മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മധുച്ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതും കൈവശം കിട്ടിയിട്ടില്ല. അതിൻ്റെ പിന്നാലെയാണ് എടുത്ത് സ്റ്റോറി ആക്കാനും ഒന്നിനുമല്ല, എൻ്റെ ആൽബത്തിൽ സൂക്ഷിച്ചു വയ്ക്കാം. പക്ഷെ ഉണ്ടാവില്ല ഓട്ടോഗ്രാഫ്സ് പോലത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ദേവരാജ് മാഷിന്റെ കയ്യിലില്ല, കയ്യിൽ നിന്നുള്ളതില്ല. അദ്ദേഹം സ്റ്റേജിൽ പാടിക്കുന്ന കണ്ടക്ട് ചെയ്യുന്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പാടുന്നത്, അല്ലാതെ വേറെ ഇല്ല. അതിന് പകരം എൻ്റെ മ്യൂസിക് ഡയറി, നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴല്ലേ ടാബ് ലാപ്ടോപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഡയറിയിൽ എൻ്റെ കയ്യിലുള്ള ബുക്കിൽ ഓരോ പ്രമുഖരായ ആൾക്കാരുടെയും പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ എഴുതുമല്ലോ. ഇപ്പോൾ ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ, ഈ പാട്ട് ഏതോ ഒരു വലിയ വേദിയിൽ പാടുമ്പോൾ പൂച്ചൽ ഖാദർ സാർ അടുത്തുണ്ട്. പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഈ പേജ് തന്നെ സാറിൻ്റെ അടുത്തുകൊണ്ട്, സാർ ഈ പാട്ടിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് എഴുതി തരാമെന്ന് നോക്കി. അപ്പോൾ ശരറാന്തൽ വെളിച്ചം പോലെ നേർമയുള്ള ശബ്ദമുള്ള രവിയുടെ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു നല്ല വാക്ക് എഴുതി തരിക. അങ്ങനെ ഒരുപാട് പേരുടെ ആ ഡയറിക്കകത്ത് അവരവരുടെ ഹിറ്റ് സോങ്സിൻ്റെ താഴെയുണ്ട്. പി ജയചന്ദ്രൻ സാർ അന്ന് പണ്ട് എന്തോ കുറിച്ചിട്ടുണ്ട്. മാമാങ്കം എന്ന് പറഞ്ഞ പാട്ടിൻ്റെ താഴെ രവീന്ദ്ര മാഷിൻ്റെ അക്ഷരമുണ്ട്. ONV സാറിൻ്റെ 3-4 ഞാൻ ആദ്യം വായിച്ചൊന്നും പറയാതെ വീണ്ടും വീണ്ടും ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, സൂക്ഷിച്ചു വെച്ച്. എത്രത്തോളം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ ആക്റ്റീവാണ്? ആക്റ്റീവാണ്. പലപ്പോഴും അതൊരു എൻ്റെ ഒരു വിശേഷം അല്ലെങ്കിൽ നല്ല കാര്യം കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് ഞാനങ്ങ് പോവാണ് പതിവ്. കുറച്ച് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, മരുന്ന് കഴിക്കുന്നുണ്ട്. പുതിയ സിംഗേഴ്സിന്റെ പുതിയ മ്യൂസിക് കമ്പോസേഴ്സിന്റെ ഒക്കെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഉണ്ട്, ഒരുപാട് അങ്ങനെ. എൻ്റെ ലിസണിങ് എന്ന് പറയുന്നത് എപ്പോഴും അതിനകത്ത് നല്ല ലിറിക്സും, അല്ലെങ്കിൽ നമുക്ക് ലിറിക്സ് നല്ലതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കുഴപ്പം കൊണ്ടുമുണ്ട്. നല്ല ലിറിക്സും അതിന് നന്നായിട്ട് ചേരുന്ന ഒരു നല്ല വോയിസും ഒക്കെയാണ് എൻ്റെ എപ്പോഴും ലിസണിങ്ങിൽ വരുന്ന പ്രയോറിറ്റി. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു പാട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ ടു, എന്നെ സംബന്ധിച്ച് ഒരു പേഴ്സണലി റീസൺ, ഒരു പാട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, വൈ ഡു യു ലൈക്ക് ദിസ് സോങ് എന്ന് വെച്ചാൽ, അതിന് നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദം ഉണ്ടായിരിക്കണം. ഒരുപാട് ഹെവി അൺലെസ് ആൻഡ് അണ്ടിൽ ചിലപ്പോൾ സിനിമയുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നു, ഭയങ്കര യുദ്ധത്തിന് നടക്കുന്ന ഒരു നായകൻ പാടുന്ന പാട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും ബഹളം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. എനിക്ക് ആ പാട്ട് മോശം എന്നല്ല, ഞാനത് കേൾക്കുമ്പോൾ 1-2 തവണയേ കേൾക്കുള്ളൂ. മറ്റേ പാട്ടുകൾ കൂടുതൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പം ഇളയരാജ സാറിൻ്റെ പാട്ട്, ഏത് മൂഡ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളും അദ്ദേഹത്തിൻ്റെ രാജസാറിൻ്റെ പാട്ടുകളുണ്ട്. അത് ധൈര്യമായിട്ട് രാജസാറിൻ്റെ പ്ലേലിസ്റ്റിലിട്ട് നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് ചേരുന്ന പാട്ട് നമ്പർ 1, നമ്പർ 2 ചിലപ്പോൾ ഒരു 5ാമത്തെ പാട്ട് നമ്മുടെ അപ്പോഴത്തെ മൂഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാട്ടുകളുണ്ട്. അങ്ങനത്തെ കമ്പോസേഴ്സ് വളരെ കുറവല്ലേ. രാജസാർ അല്ലാതെ 1-2 പേര് നമ്മൾ എഫേർട്ട് എടുത്ത് തിരഞ്ഞെടുത്താൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ അങ്ങനെ മാത്രം പോകുന്ന പാട്ട് വലിയ പാടാം. അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത നല്ല പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. അത് കാലഘട്ടത്തിന്റെ മാറ്റം കൂടി ആയിരിക്കണം. അപ്പൊ ഇപ്പോഴത്തെ കുറെ മറ്റേ യൂത്ത് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ അങ്ങനത്തെ പാട്ടിനോടാണ് കൂടുതലും അല്ലെ ഇഷ്ടം എന്ന് തോന്നുന്നു. അല്ല, ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ അത് പേഴ്സണൽ ഇഷ്ടം. പക്ഷെ കോമ്പറ്റീഷൻസിന് വരുമ്പോൾ എന്തുകൊണ്ടാ ഇഷ്ടം പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമല്ലേ. പക്ഷെ ഒരു കണക്കിന് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴും ആ ഒരു പഴയ പാട്ടുകൾ എടുത്ത് പാടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും അത് റിയാലിറ്റി ഷോ ചെയ്തു തരുന്ന ഒരു വലിയ റിയാലിറ്റി ഷോസ്, അല്ലെങ്കിൽ ഈവൻ പല സംഗീത കൂട്ടായ്മകൾ, സാംസ്കാരിക വേദികൾ എന്നൊക്കെ പറയുന്ന അവരെല്ലാവരും
പോകുന്നത് അങ്ങനത്തെ പാട്ടുകളും പാടുന്നുണ്ട്. ബഹളമുള്ള പുതിയ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അതേപോലെ ഇപ്പുറത്ത് നമ്മുടെ ഇങ്ങനത്തെ എക്സ്ട്രീംലി മ്യൂസിക്കലായിട്ടുള്ള കണ്ടന്റ് ഉള്ള പാട്ടുകളും ഇങ്ങനത്തെ റിയാലിറ്റി ഷോസിലൂടെയും നേരത്തെ പറഞ്ഞ സംഗീത കൂട്ടായ്മകളിലൂടെയും ഒക്കെ ഓരോരുത്തരുടെ ഓർമ്മ നിലനിർത്താൻ എന്നൊക്കെ പറയുമ്പോഴും നല്ല പാട്ടുകളിലേക്ക് നമ്മൾ തിരിച്ചു പോവാം. ഇപ്പൊ സംഗീത കൂട്ടായ്മ എന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു സൗഹൃദങ്ങൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ? സമം ഓർഗനൈസേഷൻ അത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ പാട്ടുകാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞാൽ. സമം അതിൻ്റെ രൂപീകരണം മുതൽ അതിൻ്റെ കൂടെ ഉണ്ട്. ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ളത് ഒരു ഒഫീഷ്യലി ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു പോസ്റ്റ് വെച്ചിട്ട് ഒരു അധികാരം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് എ ഹാപ്പി പ്ലേസ്. നമ്മളെപ്പോഴും കൂടുന്നു, സംസാരിക്കുന്നു. എല്ലാ എല്ലാ പ്ലേ ബാക്ക് സിംഗേഴ്സിനെയും പെട്ടെന്ന് ഒരുമിച്ചൊരു വാം കോസി ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനകത്ത് നിൽക്കാൻ പറ്റും. ഒരു അംബ്രല്ല. യേശുദാസ് സാർ എന്നുള്ള വലിയ വടവൃക്ഷത്തിൻ്റെ തണലിൽ അദ്ദേഹത്താണ് ചെയർമാൻ. അതിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് തന്നെ ഇറ്റ് ഈസ് എ പ്രൗഡ് തിങ്. ഇപ്പം മ്യൂസിക് കമ്പോസ് ചെയ്ത മൂവി ക്രയോൺസ് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ACD എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഓൾമോസ്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. അതിങ്ങനെ നടക്കുകയാണ്. ക്രയോൺസ് ചെയ്യാൻ കാരണം ബേസിക്കലി അതൊരു കുട്ടികളുടെ സബ്ജക്റ്റാണ്. മ്യൂസിക്കിൻ്റെ എല്ലാ ആസ്പെക്ട്സും എനിക്ക് ഒരു പാഷനാണ് ശരിക്കും. അതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളത് അങ്ങനെ ഒന്നും വൈൽഡായിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക് ചെയ്യാൻ. ട്യൂൺ ചെയ്യുന്നതിൽ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അങ്ങനെ ചെയ്താൽ അതിനകത്ത് ചുനക്കര രാമൻകുട്ടി സാറാണ് ആദ്യം ഒരു പാട്ട് എഴുതിയത്. പിന്നെ MK ശ്രീകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പാട്ടുകൾ എഴുതിയത്. കുട്ടികളുടെ പാട്ടായതുകൊണ്ട് തന്നെ ഇത് ആരെ കൊണ്ടൊക്കെ പാടിപ്പിക്കുന്നൊന്നും ഒരു പിടിയില്ല. അപ്പം എൻ്റെ മോളുടെ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട്. രാജലക്ഷ്മിയുടെ മകൻ ആര്യൻ, അവരൊക്കെ കൊച്ചു കുട്ടികളാണ്. എപ്പോഴും വീഡിയോ അതിനകത്തുണ്ട്. കൊച്ചു മുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബബ്ലി എക്സ്പ്രഷൻസ് ഒക്കെ ആയിട്ട് മേക്കിംഗ് ഓഫ് ദി സോങ്ങിൻ്റെ വീഡിയോസിൽ. പിന്നെ ഒരു സീരിയസ് സോങ്, അത് യേശുദാസ് സാറായിരുന്നു മനസ്സിൽ. പക്ഷെ അന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ കുറച്ചൊരു കൺഫ്യൂഷൻസ് വന്നു. അപ്പം യേശുദാസ് സാറ് എന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം റെഡിയായ സമയത്ത് ഇവർ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നീട് അത് ഞാൻ തന്നെ പാടിയത്. അങ്ങേ മാനത്തൊരമ്പിളി കുഞ്ഞിനെ താരാട്ടു പാടുന്നോരമ്മയുണ്ട്, ഇങ്ങേ താഴ്വരക്കാട്ടിലെ മാമരച്ചില്ലയിൽ കൂകും കുയിലുമുണ്ട്, ചങ്ങരം പക്ഷികൾ കലപില കൂടുന്ന കുഞ്ഞിക്കിളി മരക്കുമ്പുമുണ്ട്, സ്നേഹവർണ്ണ നൂൽ നെയ്ത എൻ വീടുമുണ്ട്, എൻ്റെ വീടുമുണ്ട്. അതേപോലെ മിസ്റ്റർ ബീനിലും പത്മജ ആൻറ്റി, MG രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫ് പാട്ട് എഴുതിയ ഒരു സിനിമ. ഞാൻ എഴുതുന്നില്ല എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പം രാജകൃഷ്ണനാണ് മ്യൂസിക്. അതാണ് അതിൻ്റെ അകത്തൊരു ചാമായിട്ട് വന്ന് ആൻറ്റിയെ കൊണ്ട് എപ്പോൾ എഴുതുമ്പോഴും കുറച്ചും കൂടെ സീരിയസ് ആയിപ്പോൾ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ മേലെ വർണ്ണമയൂഖങ്ങൾ, പീലി വിടർത്തിയ എന്നൊക്കെ പറഞ്ഞ ആ ലെവലിലോട്ടൊക്കെ പോയി. ഞാൻ പറയാം ആൻറ്റി അങ്ങനെ ഒരു അവിടുന്ന് താഴോട്ടിറങ്ങി ഒരു പോപ്കോൺ കടയിലോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഔട്ട്ലെറ്റിലോ ഒക്കെ നിൽക്കുന്ന മനസ്സോടുകൂടി എഴുതണം എന്ന് പറഞ്ഞപ്പോഴാണ് വണ്ണാത്തിക്കിളിയേ വണ്ണാത്തിക്കിളിയേ കണ്ണാരം പൊത്തി പൊത്തി കളിക്കാമോ ചിങ്കാരക്കിളിയേ, ഇങ്ങനെ കുറേ എഴുതിയപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇത് ഗിരീഷേട്ടനെയോ അല്ലെങ്കിൽ BR പ്രസാദേട്ടനെയൊക്കെ ഓർത്തിട്ടാണ്. അവരൊക്കെയാണ് ഇത്തിരി ഒന്നാങ്കിളി പൊന്നാങ്കിളി അതെഴുതി. പിന്നെ ഗിരീഷേട്ടൻ്റെ എല്ലാത്ത് മിക്കവാറും പ്രാവൊക്കെ ഉണ്ടാവും. അപ്പം ഇവരെയൊക്കെ മനസ്സിൽ പിടിച്ചിട്ടല്ലേ എഴുതിയെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളിങ്ങനെ പല്ലവി എഴുതി കഴിഞ്ഞ് പിന്നെ അനുപല്ലവിയും പിന്നീട് വീണ്ടും പഴയ ഹൈ സ്റ്റാൻഡേർഡ്സിലോട്ട് പോകും. പിന്നെ അവിടുന്ന് ഇതൊക്കെ പറഞ്ഞാണ് ആൻറ്റിയെ കൊണ്ടിങ്ങനെ നോർമൽ ഒരു വേർഡ്സിലുള്ള പാട്ട് എഴുതി. റെയിൻ ഡ്രോപ്സ്, അത് ഭയങ്കര ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയിരുന്നു. ഞാനൊക്കെ ഒരുപാട് നോക്കിയും കണ്ടിട്ടുള്ള, ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നു പ്രോഗ്രാമിന്റെ. കാരണം എല്ലാവരും ആയിരുന്നു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയല്ല, ആ സമയത്ത് അതൊക്കെയായിരുന്നു ആ സമയം. ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ പക്ഷെ ചാനൽസിൽ അങ്ങനെ മ്യൂസിക്
മ്യൂസിക്കിനോടുള്ള അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം മ്യൂസിക്കിലൊന്നും ഇല്ല. ഇപ്പം വലിയ മെഗാ കോമ്പറ്റീഷൻസ് മാത്രമേ അതെ, പണ്ട് ലിമിറ്റഡ് പ്രോഗ്രാംസ് ആയതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞ പോലെ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ചാനൽസും കൂടി പ്രോഗ്രാംസും കൂടി എന്ന് പറഞ്ഞ പോലെ. അപ്പം പണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഫോണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതെ അതെ, എപ്പോ നോക്കിയാലും ഞാൻ വിചാരിക്കും ഇവര് വെറുതെയാണോ ഈ നമ്പർ അടിയിൽ എഴുതി കൊടുക്കണത്, ചുമ്മാ പാടിപ്പിക്കുകയാണോ എന്നൊക്കെ ഉള്ളത്. അല്ല, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം 11-12 ഇയേഴ്സ് ഞാനത് ആ പ്രോഗ്രാം ചെയ്തു കൈരളി ചാനലിന് വേണ്ടിയിട്ട്. ലോകത്ത് എവിടെയാണെങ്കിലും വളരെ ക്വയറ്റ് ഫ്യൂ ഡേയ്സ് മാത്രമേ, ഇത്രയും വർഷത്തിനിടയിൽ ഒരു 10 ദിവസങ്ങളിലെങ്ങാണ്ട് മാത്രമേ ഞാൻ ആബ്സെൻ്റ് ആയിട്ടുള്ളൂ. അതല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് 3:30 ആകുമ്പോൾ കൈരളി സ്റ്റുഡിയോയിൽ എത്തും. എറണാകുളത്ത് 4 മണിക്ക് ലൈവാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് എത്തുമോ എന്താണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും വേറെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കും, അയ്യോ അടുത്തൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ മുഖം, എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ ഫുൾ വേൾഡ് പോകാൻ പോകും. അതങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു അങ്ങനെയാണ് ഞാൻ ആ യാത്രകളുടെ സ്ട്രെയിനിനെ ഓവർകം ചെയ്തത്. നേരെ വന്ന് ചിലപ്പോൾ ഇങ്ങനെ കുറേ കത്തുകളുണ്ട്. അതൊക്കെ അന്ന് അതിന് ഭയങ്കര വില തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോഴേ എത്രയോ പേര് അവരവരുടെ സമയം പോയൊരു കത്ത് പേപ്പറും പേനയും വാങ്ങിച്ച് നമുക്ക് വേണ്ടി എഴുതണ്ടേ. ഇപ്പൊ ഒരു SMS പോലും അയക്കാൻ ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാൽ തിരിച്ചയക്കാത്ത ആൾക്കാരെ കൂടുതലും. അപ്പൊ ഇങ്ങനെ അതൊക്കെ ഇപ്പോൾ ഞാൻ അതൊരു സൈഡിൽ അതാണ് എൻ്റെ ഒരു വാല്യൂ ആയിട്ട് ഞാൻ കാണുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എൻ്റെ നാട്ടിലുള്ള വൈഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൂരെയുള്ള അബുദാബിയിലുള്ള എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ഒക്കെ കത്തുകളിലൂടെ പാട്ട് എഴുതാൻ, നമ്മളത് പാടുക അറിയാവുന്ന പോലെ. അതെ അതെ, അല്ല സത്യം പറഞ്ഞാൽ അത് കേൾക്കാൻ അവര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസമുണ്ട്. ആ ഒരു പാട്ട് ഞാൻ അന്ന് എഴുതിയതാണല്ലോ, ഇന്നത്തെ എപ്പിസോഡിൽ വരും ഇല്ല, അപ്പൊ അടുത്ത എപ്പിസോഡിന് വരെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ പരാതിയും വരും, ഞങ്ങളൊന്നും അയച്ചാൽ നിങ്ങൾ വായിക്കില്ലല്ലേ. ഞാനിപ്പോ കത്തുകളുടെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാട്ടും പാടും എല്ലാം ആ സമയത്ത് ഉണ്ടല്ലോ, അന്ന് ഒരുപാട് ഫാൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതിന്റെ സങ്കടം ഇങ്ങനെ ഇപ്പൊ എന്ന് പറയണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സാപ്പ് ഉണ്ട് എന്നുണ്ട്. അപ്പൊ ഈ കത്ത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ രസകരമായിട്ട് കോളേജ് വീട്ടിലെ അഡ്രസ് ഒക്കെ പാടാക്കിട്ടെ, കോളേജിന്റെ അഡ്രസ്സിൽ വന്നിട്ടുണ്ട് കത്തൊക്കെ. കത്തല്ല, അതെന്നാ മടക്കി അയക്കണ്ടേ, പോസ്റ്റ് കാർഡിൽ അയച്ച കത്തുണ്ട്. അതിപ്പം അവിടെ ഓഫീസ് അറ്റൻഡർ ആയിട്ടിരിക്കുന്ന ചേട്ടൻ അതെടുത്ത് മറ്റേ നെറ്റ് നോട്ടീസ് ബോർഡ് കത്ത് വയ്ക്കുന്ന സ്ഥലമില്ലേ, അവിടെ എൻ്റെ പേര് കാണാതെ ഇത് തുറന്നു പോസ്റ്റ്, സാധാരണ വയ്ക്കുന്ന ആരുടെ പേരിലുള്ളതെന്ന് നോക്കിയിട്ടല്ലേ വെക്കുക. ആ പേര് വരുന്ന ഭാഗമല്ലേ പുറത്തേക്ക് കാണത്തേക്ക് എത്തി വെക്കുക. പുള്ളി കണ്ടന്റ് കാണത്തേക്ക് എത്തി തുറന്ന് മനഃപൂർവ്വം വെച്ചു, പ്രിയപ്പെട്ട രവിശങ്കർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. 3 വരിയും കണ്ടേ ഉള്ളു, അടിയിൽ പേരൊക്കെ ഗവൺമെന്റ് വിമൻസ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ പക്ഷെ പണ്ട് രാവിലെ ഒരു കാര്യമില്ല, 9 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ കോളേജിൽ എത്തുന്നോണ്ട് അധികം സർക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സാധനം കൈ കിട്ടി. പണ്ടൊക്കെ ബ്ലഡ് കൊണ്ടൊക്കെ എഴുതുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത്രയും വരെ കത്തുകൾ വന്നതേ ഭാഗ്യം. അതേപോലെ അവാർഡുകള് ഓഫ്കോഴ്സ് പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലുത്. റീസെന്റ് ഇപ്പൊ എടുത്ത് പെട്ടെന്ന് പറയാനുള്ളത് 2023 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഉണ്ടായിരുന്നു. മാഡൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അവർ കുറച്ച് സോഷ്യോ റെലവൻസ് ഒക്കെ ഉള്ള, ഈ എന്താ പറയുക, വെള്ളപ്പൊക്കം, മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ട് വനനശീകരണം, അതൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ളത്. അതിനകത്തുള്ളൊരു കവിത പോലത്തെ ഒരു പാട്ടിന് 2023 സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഇപ്പോൾ ഒരുപാട് പഴയ പാട്ടുകളോടാണല്ലോ കൂടുതൽ ഇഷ്ടം. അല്ല മീൻസ് എല്ലാ പാട്ടുകളും കേൾക്കും, പക്ഷെ ഒരു ഇഷ്ടം കൂടുതൽ. അതെങ്ങനെ പുതിയ പാട്ട് നമ്മൾ ഒരാളൊരു പാട്ട് പാടാൻ പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് വിസിലേ വിസിൽ അങ്ങനെ പാടാൻ പറ്റില്ല. അതേസമയം മനസ്സിൽ കിടക്കുന്ന പാട്ട് ഇന്നലെ എന്റെ എന്ന് പാടുമ്പോഴല്ലേ ഒരു കേൾക്കുന്നവർക്ക് ഒരു മറ്റേതൊരു ഭയങ്കര ചൈൽഡ് ലൈക്ക് ആൻഡ് ചൈൽഡിഷ് ആയി പോകും. അതെ അതെ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരും? അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും. ഒരു രാവിലെ ഒരു ഫേവറേറ്റ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ഒരു ഫേവറേറ്റ്, അങ്ങനെ മാറുന്ന
ഈ മൊമെന്റിലെ ഫേവറേറ്റ് എന്താണ്? ഈ മൊമെന്റിൽ ഞാൻ ഇന്നലെ പാടിയ മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൻ സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരിപ്പൊൻ തരിയായി നിൻ ഹൃദയം നീറുന്നു നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം ആരാരിരം. രവീന്ദ്ര മാഷിന്റെ വളരെ നന്നായിട്ട് ഇന്നലെയും പാടി. എനിക്കൊരു പാട്ട് ഇഷ്ടപ്പെടാനും നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോഴൊരു മൂഡുണ്ടല്ലോ, നമ്മൾ ഏത് മൂഡിലാണ് ആ പാട്ട് കേൾക്കണത് എന്നുള്ളത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. ലോ അക്കാഡമിയിൽ ഞാൻ 4th ഇയർ പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ കുറച്ച് ചേച്ചിമാർ എന്നെ വിളിച്ചിരുത്തി. അന്നത്തെ ഹിറ്റാണ് കളിവീട് ഉറങ്ങിയല്ലോ, അതൊന്ന് പാടുമെന്ന് വെച്ചിട്ട്. സാധാരണ ഭയങ്കര ഇമോഷണലി ഒന്നുമല്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകാനുള്ള. അപ്പം മനസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയമായി എന്നുള്ളത്. എന്നു കാണുമെന്നായി പിടഞ്ഞു പോയി എൻ്റെ ഇടനെഞ്ചിലോർമകൾ തുളുമ്പിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവരുടെ കണ്ണിലൊക്കെ നനവാ. അപ്പോൾ ഏത് സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആ പാട്ട് പാടുന്നതെന്നും ആ പാട്ടിനെ അവരെങ്ങനെ കണക്ട് ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നമ്മളിപ്പോൾ ഉള്ള സിനിമയിൽ പറയുന്ന സിനിമയിൽ പാട്ടിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനൊരു വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാക്കിൽ അല്ലേ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഡേഞ്ചർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ CID നസീർ എന്നൊക്കെ പറഞ്ഞാൽ അതിലേതെങ്കിലും പ്രത്യേക സീക്വൻസോ ഒന്നുമല്ല ഓർമ്മ വരുന്നത്. എൻ്റെയൊക്കെ മനസ്സിൽ അതിനകത്തുള്ള പാട്ടുകളാണ് ഓർമ്മ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി പാട്ടുകൾ ഉണ്ടാവുമോ? ഉണ്ടായ സിനിമയുടെ ലോഞ്ചിവിറ്റിയെ പാട്ടിന് ഒന്നുമില്ലെങ്കിൽ ആ ടൈറ്റിലിനെങ്കിലും നമ്മൾ ഇന്ന സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാലത്തിനപ്പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകാൻ അതിൽ നല്ല പാട്ടുകളുണ്ടെങ്കിൽ സാധിക്കുമെന്ന് ഞാൻ ഇപ്പോഴും 101% ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഏകനാണ് എന്നുള്ള ചിത്രം. എന്താ സിനിമ കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഒന്നും ആർക്കും ഓർമ്മയില്ല. പക്ഷെ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴും പ്രണയവസന്തം എന്ന് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ രജനി പറയൂ ഓ മൃദുലേ ഹൃദയ മുരളിയിലു, ഇത്രയും പാട്ട് കേട്ട് ഈ 3 പാട്ട് എപ്പോൾ കേട്ടാലും നമ്മൾ ആ സിനിമയുടെ ടൈറ്റിലോട്ടെത്തും. പിന്നെ അപ്പോൾ ആ സിനിമ അത്രയും കാലത്തിന് ഇപ്പുറത്തേക്ക് അതിനെ വലിച്ചോണ്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഒരു ടൺ 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 വായിച്ചിട്ട് തീർന്നു അത് പാട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും മതിയെങ്കിൽ മതി. പക്ഷെ പാട്ടിന് സിനിമയെ ക്യാരി ചെയ്യാനുള്ള ശക്തിയുണ്ട്. പക്ഷെ സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ക്യാരി ചെയ്തൂടെ? അല്ല, ഇപ്പൊ ഒരു ത്രില്ലർ മൂവി എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ പാട്ടിന്റെ അതിന്റെ ആവശ്യമില്ല. അല്ല, അന്നത്തെ ത്രില്ലറും ഡിറ്റക്റ്റീവ് സിനിമയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ CID നസീർ. അതിനകത്തും 6 പാട്ടിന്റെ 7 പാട്ടിന്റെ ആവശ്യം എന്താ? കൊലപാതകം കണ്ടുപിടിച്ചാൽ പോലെ. അതിനകത്ത് ഇനി പാട്ടിന്റെ പ്രസക്തി. സിനിമ ഫാന്റസിയാണ്, ഒരു ഇമാജിനറി ഒരു കഥ അത് പറയുന്നതിനടുത്ത് എന്താ പാട്ടിന്റെ ആവശ്യം? സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കണം, യഥാർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് പുതിയ ഷർട്ട് ഇടുന്ന വരെയുള്ള സമയമേ 2.5 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് ഒന്നും നടക്കാനും പോകുന്നില്ല. അപ്പം ഒരു ഇരുട്ട് അടച്ച മുറിയിലിരുന്ന് മറ്റൊരാളുടെ ഒരു കഥ കേൾക്കാൻ വന്നിരിക്കുന്ന ആളിനെ നമ്മൾ അയാളുടെ ഒരു ഭാവനയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനകത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മ്യൂസിക് കൊണ്ട് അതിനെ ഗാർണിഷ് ചെയ്യുന്നത് നല്ലതാണ്. പാട്ടല്ലാണ്ട് അതർ ഹോബീസ് എന്തൊക്കെയാ? ഇപ്പൊ നേരത്തെ ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞാൽ അത് കോളേജ് കഴിഞ്ഞപ്പോൾ നിർത്തി. വോക്കൽ ഹൈജീൻ എങ്ങനെയാണ് നോക്കണത്? അത് നമ്മൾ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കുമെന്നുള്ളത് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ തണുത്തൊരു ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് പാട്ട് പാടാൻ അങ്ങ് മറന്നൊന്നും പോവില്ല. പാട്ടുകാരനാണെങ്കിൽ തണുത്ത ഭക്ഷണം കഴിച്ചാൽ പറ്റുകയില്ല പിന്നെ പാടാൻ. അങ്ങനെയല്ല ശരിക്കും. എനിക്ക് തണുത്ത ഭക്ഷണം കഴിച്ചിട്ട് പാടുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഭയങ്കര നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസോ ഒരു വാംത്തൊക്കെ വോയിസിൻ്റെ ടോണിലുള്ളതായിട്ടും കുറച്ചുകൂടെ ഈസ് കൂടുതലായിട്ടും നോർമൽ ഭക്ഷണം അല്ലെങ്കിൽ തണുപ്പ് അവോയ്ഡ് ചെയ്തിട്ടുള്ള സമയത്ത് നല്ലതായിട്ട് തോന്നും. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ റെഗുലർലി ചെവിയിൽ ഇങ്ങനെ കാറ്റടിച്ച്
ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഡയറക്റ്റ്ലി എ സിയുടെ വെൻറ്റ് ഇങ്ങനെ തലയുടെ മേളിൽ ഇങ്ങനെ രാത്രി മുഴുവൻ അടിച്ചൊരു യാത്ര, അതൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ മൈക്കിൻ്റെ പൊസിഷനൊക്കെ ഇതിനകത്ത് വരും, ഒരു നല്ല ടോൺ വരാൻ. ഞാൻ ഈ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ ട്രിവാൻഡ്രത്താണ് ആണെന്ന് പറഞ്ഞു. ഒരു തരി പോലും എനിക്ക് എവിടെയും കണ്ടുപിടിക്കാനില്ല. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, എനിക്കും ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു സ്ലാങ് അവരെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവരും, എന്തിനിടെ ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് എങ്ങനെയാണ്? അല്ല, ട്രിവാൻഡ്രം സ്ലാങ് ഭയങ്കര പവർഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരാളെ പരിഹസിച്ച് പരിഹാസത്തിൻ്റെ മുന കൊണ്ട് കുത്താനൊക്കെ ഭയങ്കര ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലാങ്ങിലൊന്നാണ് ട്രിവാൻഡ്രം സ്ലാങ്. ഇത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ലൈൻ മാറും. എനിക്ക് പലരും പറയാറുണ്ട് അങ്ങനെ സ്ലാങ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മേ ബി അത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞത് മുതൽ എൻ്റെ കൂട്ടുകാരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. എറണാകുളത്തുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, പിന്നെ എൻ്റെ വൈഫ് ഷീ ബിലോങ്സ് ടു കോട്ടയം. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലായിടത്തും പിടിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ. അപ്പൊ പണ്ടും ഈ സ്ലാങ് ഇല്ല, എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ ഹാമർ ചെയ്തൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വായിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എടാ അത് നീ പഠിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരെ എത്തിയില്ല, ഞാൻ പുറക്കോട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പുറക്കോട്ട്? അപ്പോൾ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോഴാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം ഈ സ്ലാങ്ങിനെ കുറിച്ച് അവെയർ ആവുന്നത്. അപ്പോഴാണ് ഇവനത് മനസ്സിലായില്ലേ, അവൻ കോഴിക്കോട് എന്നാ അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവാറില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ സ്ലാങ് ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ സ്ലാങ് ഒഴിവായി എന്നുള്ളതാണ്. മലയാളം സോങ്സ് കേട്ടു, നമുക്ക് ഇനി ഒരു തമിഴ് സോങ് പഠിച്ചാലോ? പാടാം. എനിക്ക് ഇപ്പം റീസെൻ്റ്ലി ഞാൻ ഏറ്റവും റീസെൻ്റ്ലി പാടിയൊരു തമിഴ് പാട്ട് സ്റ്റേജിൽ പാടിയത് ജയചന്ദ്രൻ സാറിൻ്റെ ട്രിബ്യൂട്ടായിട്ട് ഉള്ളൊരു പ്രോഗ്രാമിൽ, എന്മേൽ വീഴുന്ന മഴത്തുള്ളിയെ ഇത്തனை നാളായി എങ്കിരുந்தாய், இன்று எழுதிய என் கவியே எத்தனை நாளாய் எங்கிருந்தாய், என்னை எழுப்பிய பூங்காற்றே இத்தனை நாளாய் எங்கிருந்தாய், என்னை மயக்கிய மெல்லிசையே இத்தனை நாளாய் எங்கிருந்தாய், உடம்பில் உறைகின்ற ஓருயிர் போல் உனக்குள் தானே நான் இருந்தேன், என் மேல் விழுந்த மழை துளியே இத்தனை நாளாய் எங்கிருந்தாய். ഇതൊക്കെയാണ് പാട്ട് എന്ന് പറയണത് അല്ലേ? ഇത്ര നാള് നീ എവിടെയായിരുന്നു? ഇപ്പം മ്യൂസിക് കമ്പോസർ ആണല്ലോ, അപ്പോൾ ഈ കുറേ കവർ സോങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തരുമല്ലോ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വോയിസ് ആ ഒരു സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തവരില്ല? ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഏതെങ്കിലും കവർ സോങ്സ് ആരെങ്കിലും പാടി അയച്ചത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ അതെന്താണ് ചോദിക്കാൻ വരുന്നത് ഇങ്ങനെ ആലോചിക്കുക. ഇല്ല, അങ്ങനെ പാടിയിട്ട് ഇതിലും പാട്ട് അങ്ങനെ സജഷൻ അങ്ങനെ ഡയറക്ട്ലി എനിക്ക് അയച്ചൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഒരു ഇൻസിഡന്റ് ഓർത്തെടുക്കാനാണെങ്കിൽ ഞാൻ നമ്മുടെ നിത്യമാമൻ നിത്യയുടെ ഒരു കവർ സോങ് ഞാൻ ജയചന്ദ്രൻ ചേട്ടൻ ആക്ച്വലി ജയചന്ദ്രൻ അദ്ദേഹം ഒരു വോയിസ് പുതിയ വോയിസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു യാത്രയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയും പെട്ടെന്ന് തലേ ദിവസം ആക്സിഡൻ്റലി നിത്യ അയച്ച ഒരു പാട്ട് എൻ്റെ മനസ്സിൽ വരികയും ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊന്നും സംഭവിക്കുന്നതല്ലല്ലോ. അപ്പം തന്നെ നിത്യയെ വിളിച്ച് അപ്പം നമുക്ക് കേട്ട് അത് ഡിലീറ്റ് ആയി പോകുമോ എന്തോ ചെയ്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇല്ല ഡിസപ്പിയറിങ്ങോ എന്തോ കിടക്കും. അപ്പം തന്നെ നിത്യയെ വിളിച്ച് ആ ട്രാക്ക് ഒന്നുകൂടെ അയപ്പിച്ചു. അപ്പം ഫോണിൽ ഇങ്ങനെ ജയചന്ദ്രൻ ചേട്ടനെ കേൾപ്പിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കുട്ടിയോട് ഇതയക്കാൻ പറയും, ഈ ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ പ്ലെയിൻ വോയിസ് മാത്രം അയക്കാൻ പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അയച്ച് ഇഷ്ടപ്പെട്ട എന്നിട്ട് പാടിച്ച പാട്ടാണ് വാതുക്കല് വെള്ളരിപ്രാവ്
വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടാ ഞാൻ എൻ്റെ മെയിൽ വോയിസ് ഞാൻ പാടിക്കോട്ടെ. അയ്യോ അത് ഭയങ്കര, അതങ്ങനെ എൻ്റെ സ്റ്റൈൽ ഓഫ് വോയിസ് ടോൺ അല്ല ചേട്ടന് വേണ്ട. അത് ഒരു എന്താ പറയാ, ഒരു അറബിക് ടോണിലാണ് വേണ്ടത്. അങ്ങനെ മതി. അത് പിന്നൊരു പാട്ട് തരാം. വാതിക്കൽ വെള്ളരിപ്രാണ് ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി. കുഞ്ഞായിരിക്കുമ്പോ മുതലേ ഞാൻ ദോഹയിലൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ നിത്യക്ക് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിത്യ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ മനസ്സിലായത് ഫസ്റ്റ് ടൈം. പിന്നീട് കുറെ ഗ്യാപ്പിന് ശേഷം പറയുമ്പോഴാണ് ഓർക്കുന്നത്. അല്ല, ഞാൻ ആലോചിക്കുക അതൊരു ഹിറ്റ് സോങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംസാരം ആയിരുന്നോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. എന്നെ കൂടെ അതിൽ പാടിച്ചു. ചേട്ടന്റെ സമയം അപ്പൊ ആയിട്ടുണ്ടാവില്ല, അതായിരിക്കും. പക്ഷെ എനിക്ക് തന്ന പാട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്ക് ഒരുപാട് നമ്മുടെ ലൈഫിൽ ആ പാട്ട് അത്ര ക്രിട്ടിക്കൽ, എൻ്റെ ലൈഫ് ജേർണിയിൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പൊസിഷനിൽ ആ പാട്ട് എനിക്ക് കിട്ടുന്നത്. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്, തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈക്കുടഞ്ഞു, അണിവാക പൂക്കുമീ നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി, ഹേയ് ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്. അതിന്റെ വിഷ്വൽസും അതിമനോഹരമായിട്ട് പൃഥ്വിരാജിന്റെ. ശ്രേയ ആണ് ആ പാട്ട് പാടുന്ന അറിയായിരുന്നോ? ഇല്ല. ആക്ച്വലി ഈ പാട്ട് കമ്പോസിങ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ. ഇവിടെ വൈറ്റ് ഫോർട്ടിൽ വെച്ചിട്ടായിരുന്നു കമ്പോസിങ് കഴിഞ്ഞ്. ആ പാട്ട് ജസ്റ്റ് റഫ് ഒന്ന് ട്രാക്ക് പാടാന്ന് പറഞ്ഞു. അത് ഫുൾ പാടി. വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് റെൻഡറിങ്ങിലാണ് ഞാൻ പാടിയത്. അപ്പൊ എന്നിട്ട് ആ ബേസിക് ഇത് വെച്ചിട്ട് ചേട്ടൻ ശ്രേയയെ പാടിക്കാൻ ബോംബെയിൽ പോയി പാടിപ്പിക്കുകയായിരുന്നു. പാടിച്ച് തിരിച്ചു വന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കുറച്ച് ബ്ലാങ്ക്സ് ഇട്ട് അവിടെ പിന്നീട് ഞാൻ രണ്ടാമത് പാടിയതാണ്. അപ്പൊ കിട്ടിയ പോർഷൻസ് എല്ലാം മേളിലായി പറഞ്ഞ ആ ഒരു റൊമാൻറ്റിക് ആയിട്ട് അവര് പാടി വെച്ചിരിക്കുന്നതിനെ ഹേർട്ട് ചെയ്യാതെ മോശമാക്കാത്ത വിധത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് മേളിൽ. അത് ഭയങ്കര എനിക്കൊരു ഒരുപാട് ലെസൺസ് തന്ന ഒരു സെഷനാണ്, റെക്കോർഡിങ് സെഷനാണ്. ഇപ്പൊ ഈ എം ജയചന്ദ് സാറിന്റെ കൂടെയുള്ള ഈ ഒരു അനുഭവം, പിന്നെ രാധാകൃഷ്ണ സാറിന്റെ കൂടെയുള്ള ഈ ലെസൺസ് എന്തൊക്കെയാണ് ഇവരുടെ കൂടെ നിന്നിട്ടുള്ള പഠിച്ചതിന്റെ? അത് ഓരോരുത്തരുടെയും രീതി വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റിഫൈൻഡ് ആണ്. ഇപ്പൊ യേശുദാസ് സാറിനൊക്കെ ഓർമ്മയില്ല, അന്നത്തെ ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കയ്യിലൂടെ ഇദ്ദേഹത്തിന്റെ എന്താ പറയുക, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ള ടാലന്റ് ഇത്രയും വലിയ ആൾക്കാരുടെ കൈകളിലൂടെ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അങ്ങ് ഉയർന്നു പോവാണ് മ്യൂസിക്കില്. അപ്പൊ നമ്മളെയൊക്കെ ചെറിയ എക്സ്പീരിയൻസിലാണെങ്കിൽ പോലും ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിന് ബോൾഡായിട്ട്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ രവീന്ദ്ര സംഗീതോത്സവത്തിനിടയിൽ ഡിസ്കസ് ചെയ്ത ഒരു ചുമ്മാ അപ്പോഴപ്പോഴും തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. പാടാം നമുക്ക് പാടാം എന്ന് ബോൾഡായിട്ട് പാടി. അതേസമയം ഋതുമതിയായി തെളിമാനം ആ റെൻഡറിങ്ങിൽ വ്യത്യാസമാണ്. അത് നല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ അപ്പോഴത്തെ മ്യൂസിക്കൽ തോട്ടിനകത്ത് മ്യൂസിക് ഡയറക്ടറും സിംഗറും കൂടെ ഒക്കെ ഇരുന്ന് അങ്ങ് വരുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്ന് പോലും ഇല്ല. ഇവരുടെയൊക്കെ ഇപ്പം ജയചന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ ഓരോ അക്ഷരത്തിനും അദ്ദേഹം ആ ഇൽ പറഞ്ഞ ശരിയായില്ല, ആ അർ പറഞ്ഞ ശരിയായി. അതുകൊണ്ട് അത് വീണ്ടും ടേക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സമയമെടുത്ത് ടേക്ക് ചെയ്ത് നല്ല റിസൾട്ട് നമുക്ക് ആ ടേക്ക് സമയത്തൊക്കെ ഇത് തന്നെയല്ലേ ഞാൻ പാടുന്നത് വിടും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അന്നത്തെ അറിവില്ലായ്മ കൊണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് മൈക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഷറിനേക്കാളും ചിലപ്പോൾ കൂടുതൽ ഒന്ന് തള്ളുവോ അല്ലെങ്കിൽ കുറച്ച് ഇത്രയും പ്രഷർ വേണ്ട എന്നൊക്കെയുള്ള എക്സ്പീരിയൻസസ് ജയചന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. ആ അക്ഷരം പറയുന്നതിൻ്റെ ഭംഗി ഒക്കെ ദാസാർ പാടുന്നത് കേട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല അക്ഷരം ഹിന്ദിയിലൊക്കെ ഉള്ള ആൾക്കാർ ഇതെങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ട്രിക്ക് ഓഫ് ദ ട്രേഡ് എന്നൊക്കെ പറയുന്ന സാധനം അത് ഇവരുടെയൊക്കെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. എം ജി രാധാകൃഷ്ണൻ സാർ പ്രത്യേകിച്ചും ഈ സോൾ ടച്ച് ചെയ്ത് പാടുന്നത്, അദ്ദേഹം പാടുന്ന കേട്ടാൽ നമുക്ക് അധികം അങ്ങനെ
നമ്മൾ അറിവ് കൂടുന്തോറും അത് നമുക്ക് കണ്ണ് നനയും. എന്നെ ഓ മൃദുല എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നീ വന്ന് എന്ത് പാടുന്നു ഓ മൃദുലേ എന്ന്. നമുക്ക് അന്ന് ഈ ശബ്ദം ഇങ്ങനെ തള്ളി കേൾക്കുന്നതൊക്കെയാണ് അന്നത്തെ. അതിപ്പോഴും ഒത്തിരി പേർക്ക് അങ്ങനെ ഉണ്ട്. ഹൃദയ മുരളിയിലൊഴുകി വാ എന്ന് അങ്ങനെ പാടാൻ എന്ത് പാടായി പാടുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈഗോയിൽ ഇങ്ങനെ സ്ലാപ്പ് ചെയ്ത് ഒറ്റ ചോദ്യമുള്ളൂ, എന്ത് പാടായി പാടുന്നതെന്ന് വെച്ചിട്ട്. അങ്ങനെയല്ല, ഓ പാടിക്കേ അങ്ങനെ അങ്ങനെ ഓരോരോ വാക്ക്. മൃദുല, എന്ത് മൃദുലേ എന്ന് പറയുമ്പോൾ മൃദുലേ എന്ന് പാടി അങ്ങനെ ശീലിക്കണം എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഓരോ വാക്കും പാടിയാണോ നമ്മൾ ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് നടന്നു തന്നെ എന്നൊക്കെ അന്ന് വിചാരിച്ചെങ്കിലും ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള മനസ്സ് ദൈവം തന്നുകൊണ്ട് ഇപ്പോഴും ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെന്നുള്ള തിരിച്ചൊരു ലെസൺസിലൂടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഡിക്ഷനും ഒരുപാട് അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷരങ്ങളെല്ലാം ഇങ്ങനെ ഉരുണ്ട് നല്ല റൗണ്ടായിട്ടിരിക്കണം. പിന്നെ എന്തെങ്കിലും എഴുതി കാണിച്ചപ്പോൾ എൻ്റെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അധികം അങ്ങനെ കെയർഫുൾ അല്ല. എന്താ ഇൽ പറഞ്ഞത് ശരിയാണോ, ഒക്കെ ശരിയാണോ. പക്ഷെ പാടുമ്പോൾ ഞാൻ കൂടുതൽ അത് ശ്രദ്ധിച്ചാണ് പാടുന്നത്. സംസാരിക്കുമ്പോൾ പിന്നെ ആ ഒരു ഫ്രീഡത്തിൽ അങ്ങ് പോകും. പാടുമ്പോൾ കുറച്ചും കൂടെ അങ്ങനെ. മ്യൂസിക് എത്രമാത്രം ലൈഫിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? മ്യൂസിക് ഈ പറഞ്ഞ പോലെ എല്ലാ ഒക്കേഷൻസിലും, ഈവൻ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും എന്നെ ബാധിക്കുന്ന സാധനം. നല്ല സ്ലോ ആയിട്ടുള്ള പാട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നല്ലൊരു ഹൈവേയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ഹൈവേയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു 40-45 പോകുള്ളൂ. അതേസമയം കുറച്ചൊന്ന് ഒരു ഭയങ്കര ഒരു ക്ലാസിക്കൽ കടുപ്പമോ അല്ലെങ്കിൽ നല്ല ഹൈ ബീറ്റ്സ് ഉള്ള പാട്ടൊക്കെയാണെങ്കിൽ നമ്മുടെ ടെമ്പോ കുറച്ചും കൂടെ കൂടിയിരിക്കും. അത്രയും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിൽ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് സ്പീഡ് കൂടും, ഡെഫിനറ്റ്ലി കൂടാം. ചിലപ്പോൾ നമ്മൾ എൻ്റെ മാത്രം വളരെ പ്രത്യേകതയുള്ള കാര്യമൊന്നുമില്ല, എല്ലാവർക്കും സംഭവിക്കും. അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. വീടിന്റെ അടുത്ത് പാർക്കിംഗ് കിട്ടുമ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് ആ പാർക്ക് ചെയ്യാണ്ട പാട്ട് തീരട്ടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. റീസെന്റ് രാത്തിങ്കൾ പൂത്താലി ചാർത്തി എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ള പാട്ട്. പക്ഷെ ഒരു രാത്രി ലേറ്റ് നൈറ്റ് 2 മണിക്ക് ഞാൻ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് അമ്മ ഡോർ തുറക്കാനായിട്ട് വീട്ടിലേക്ക് അകത്തേക്ക് വിളിച്ച് താമസിച്ചു. അപ്പോൾ ഈ പാട്ട് ചുമ്മാ ഇട്ടിട്ട് ഓഫ് ചെയ്ത് ഇങ്ങനെ ഈ സീറ്റ് ഇങ്ങനെ ബാക്കിലോട്ടാക്കി ഇതിങ്ങനെ കേട്ട് കിടന്നപ്പോൾ ഉണ്ടല്ലോ ഫുള്ളൊരു എൻ്റെ ചുറ്റിനുമൊക്കെ ഇങ്ങനെ നക്ഷത്രങ്ങളോ വട്ടാന്ന് വിചാരിക്കരുത്. ഞാൻ ഗന്ധർവൻ സിനിമയിലൊക്കെ കാണുന്നല്ലോ മറ്റേ മിന്നാമിനിങ്ങൊക്കെ പോകുന്ന പോലെ തോന്നി. അത് യേശുദാസ് സാറിൻ്റെ റെൻഡറിങ്ങിൻ്റെ ആ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ഒന്നിനും ആ ഒരു നൈറ്റ് മൂഡ് ആ പാട്ടിനുണ്ട്. അതങ്ങനെ ഇനി ഒന്നും അങ്ങനെ കേട്ട് നോക്കണം. നല്ല സൈലന്റ്, മറ്റേ എക്സ്റ്റേണൽ നോയ്സസ് ഇല്ലാത്തൊരു ഹെഡ്ഫോണോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നല്ല സിസ്റ്റത്തിൽ വോളിയം വെച്ചിട്ട് രാത്രി ഡിം ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ പാട്ടൊന്ന് വൃത്തിയായിട്ട് ഒറിജിനൽ സോങ് കേട്ട് നോക്കിയാൽ എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പറയാം ഹൗ ഡു യു ഫീൽ. എനിക്കൊരു പകുതിക്ക് വെച്ച് വീട്ടിൽ പാട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലാണ് ഏറ്റവും ഒരു പാട്ട്. പണ്ടൊക്കെ നമ്മളോട് ഗുരുനാഥന്മാർ പറയായിരുന്നു പാട്ട് കേൾക്കണം, പാട്ട് ചുമ്മാ രാവിലെ മുതൽ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് കാര്യമില്ല. പാട്ട് കേൾക്കുന്നതൊക്കെ അത് വല്ലപ്പോഴും തെന്നിത്തെറിച്ച് നമുക്കൊരു വിജ്ഞാനശകലം നമ്മുടെ മനസ്സിൽ വന്നാൽ ഓക്കെ. പക്ഷെ നമ്മൾ പാട്ടിനെ അതിങ്ങനെ വെച്ച് ഒരു പാട്ടെടുത്ത് അതിന് ഇന്ന് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കൂലേ പരീക്ഷയ്ക്ക്, അതുപോലെ ഇന്ന് ഈ പാട്ട് കേൾക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ കേട്ടാൽ അതിനകത്തുള്ള ജെംസ് നമുക്ക് മനസ്സിലാവും. ഫാമിലിയെ കുറിച്ച് എൻ്റെ വൈഫ് പ്രിയ രഞ്ജിനി. പ്രിയ യൂണിയൻ ബാങ്കിൻ്റെ ബാംഗ്ലൂർ ലീഗൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂർ സോണിൻ്റെ ലീഗൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. കോട്ടയം, നേരത്തെ പറഞ്ഞു നമ്മൾ കോട്ടയം സ്വദേശിനിയാണ്. മോളുണ്ട്. എൻ്റെ മോളുടെ പേര് ഭദ്ര രവിശങ്കർ. ഭദ്ര ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ ലോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്റർ. അച്ഛൻ്റെ അച്ഛൻ്റെ അല്ല അമ്മയുടെ അച്ഛൻ്റെയും അച്ഛനും ഉണ്ടല്ലോ. വൈഫ് പാട്ട് പാടുവോ? ഇല്ല, വൈഫ് പാട്ട് പാടില്ല. മ്യൂസിക് നന്നായിട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകില്ല, അതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. മോള് പാടും. അവൾക്ക് ആദ്യം പലയിടത്ത് താമസിച്ചപ്പോൾ ആദ്യം കുറച്ച് നാള് അവളുടെ ഏർലി ചൈൽഡ്ഹുഡ് മാംഗ്ലൂർ ആയിരുന്നു. പിന്നീട് ട്രിവാൻഡ്രം വന്നു, പിന്നെ കോയമ്പത്തൂർ, ഇപ്പം ബാംഗ്ലൂർ ഉണ്ട്. അപ്പോൾ കൂടുതലും ഈ പിയർ പ്രഷറും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് സോങ്സ് BTS എന്നൊക്കെ പറഞ്ഞ ആ ലൈനായിരുന്നു. ഞങ്ങളതിനെ ഇങ്ങനെ ഡൽഹി വഴി പിടിച്ച് ഹിന്ദി സോങ്സ് വഴി പിടിച്ചിപ്പം സൗത്ത് ഇന്ത്യയിൽ വെച്ച്
സൗത്ത് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ലാൻഡ് ചെയ്തിട്ടുണ്ട്. മോള് വേറെന്തൊക്കെയാ മോൾക്ക് ഹോബീസ് അല്ലേ? എഴുത്ത്. റീസെന്റ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു ഞങ്ങൾ. അതൊക്കെ വൈഫിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. എ ലിറ്റിൽ സംതിങ് എന്നാണ് അതിന്റെ പേര്, ടൈറ്റിൽ. ലിറ്റിൽ സംതിങ്. അതൊരു ചെറിയ കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോയംസ് ആണ്. ഓ, ഇതിന്റെ ഒക്കെ ഇടയിൽ റിയാലിറ്റി ഷോസിൽ ചേട്ടൻ ഗ്രൂമിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഗ്രൂമിങ് മുമ്പ് ചെയ്തു. പിന്നീട് ഞാൻ നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന പാടുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് നമ്മുടെ ടൈമും യാത്രയും ഷെഡ്യൂൾസും ഒക്കെ ആയിട്ട് പറ്റിയില്ല. കോവിഡ് ടൈമിലുണ്ടായിരുന്ന ഒരു ഷൂട്ടിനാണ് ഞാൻ ടോട്ടലി ഫ്രീ ആയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഷൂട്ടിന് ചെയ്തിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ്. കൊച്ചു കുട്ടികളല്ല, അത് നമ്മൾ ഓരോ നോളജും അവരുടെ അടുത്തും കുറെ പഠിക്കാനുണ്ട് അല്ലേ? അവരുടെ അടുത്തുനിന്ന് പഠിച്ച ഒരു വലിയ നോളജ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ സ്പീഡ് കുറച്ച് കേൾക്കാൻ പറ്റും എന്നുള്ളത് ഒരു കൊച്ചുകുട്ടി എനിക്ക് പറഞ്ഞു. അതുവരെ ഞാൻ പാട്ട് എഴുതുമ്പോൾ പോലും ഇങ്ങനെ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ കുട്ടി എന്നെ പഠിപ്പിച്ചത്. അങ്കിൾ ഇത് ഇങ്ങനെയൊക്കെയാ സ്ലോ. ഞാൻ പറഞ്ഞു എത്ര സ്ലോ ആവും, ഇനിയും സ്ലോ ആവും. അങ്ങനെ കൊച്ചുകുട്ടി എനിക്ക് പറഞ്ഞു തന്ന സാധനം. എന്താ പറയാ, ഇപ്പം ലോ പ്രൊഫഷന് പാഷനേറ്റഡ് ആയിട്ട് സിംഗിങ്ങിലോട്ട് വന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും എനിക്ക് തോന്നുന്നത് ഡബിൾ മൈൻഡായിട്ട് എന്ത് ചെയ്യണം, ഈ പ്രൊഫഷൻ എടുക്കണോ അല്ലെങ്കിൽ സിംഗിങ് പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയാൻ നടക്കണ ഒരുപാട് എന്നാൽ പാഷനേറ്റഡ് ആണ് താനും സിംഗിങ്ങിൽ. അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അതൊരു എന്നോട് തന്നെ ചോദിക്കണം. അങ്ങനത്തെ ഒരു സെയിം ആളിരിക്കുമ്പോ പിന്നെ അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ് നമുക്കൊരു ഡിസിഷനൊക്കെ തോന്നും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, LLB തേർഡ് 5 വർഷത്തെ കോഴ്സ് 3 വർഷം മതി, ഞാൻ പഠിച്ചു, ഇനിയിപ്പോൾ പാട്ടിലേക്ക് പോകാമെന്നൊക്കെ. അങ്ങനത്തെ തോട്ട്സിനെ നമ്മൾ തിരിച്ചറിയുക, അത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ഏതാണോ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത് കംപ്ലീറ്റ് ചെയ്യണം. അത് വെറുതെ ഡ്രോപ്പ് ഔട്ട് ആവുന്നതിൽ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് സംതിങ് ടു ഫോൾ ബാക്ക് ഒരു സാധനം നമുക്കപ്പോൾ അഷ്വേർഡായി. പിന്നെ നമ്മൾക്ക് മുമ്പേ പോയ നമ്മുടെ വെൽവിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വെൽവിഷേഴ്സ് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കുമല്ലോ. ഇവരുടെയൊക്കെ വാക്കുകൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ വെറും പാഷൻ മാത്രം നോക്കാതെ ഇപ്പോഴത്തെ ബീങ് റഫ്ലി പ്രാക്ടിക്കൽ, ഏറ്റവും നമുക്ക് അതിനകത്ത് നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വെറുതെ പാഷനായിട്ട് അതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യും 10 വർഷം കഴിയുമ്പോൾ അതാവും എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് ഹോൾസ് എ വെയിറ്റേജ്. എന്നാലും നമ്മൾ കിട്ടുന്ന ഒരു അതിൽ നിന്ന് മണി അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ അത് ചെറുതായിപ്പോൾ നമുക്ക് സേവ് ചെയ്യാനും പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ റവന്യൂ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ പാത്ത് ചൂസ് ചെയ്യാൻ. എന്തൊക്കെ ചെയ്താലും അതിനകത്തൊരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാലും നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി തിങ്ക് ചെയ്യണം. ഇപ്പോൾ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാനിപ്പം മിസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ജനറേഷനിലൊന്നും നമ്മളോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നിറയെ പാടണം, പ്രാക്ടീസ് ചെയ്യണം. അത് 90% അത് വേണം. അത് അവരോടെല്ലാം റെസ്പെക്റ്റാണ്. അവർ പറഞ്ഞു തന്നത് ഒക്കെ ശരിയാണ്. നമ്മൾ അതിനോടൊന്നും 100% അനുസരിച്ചിട്ടുമില്ല. പക്ഷേ അതിന് ആ ബാക്കി 10%ൽ നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ പഠിപ്പിക്കണമായിരുന്നു നമ്മുടെ ജനറേഷനിൽ. മ്യൂസിക് കോളേജസിൽ ഉൾപ്പെടെ പുതിയ ടെക്നോളജീസ്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ വെച്ച് അത്യാവശ്യം അവനവൻ്റെ പാട്ടൊന്ന് ശ്രുതി ചേർക്കാനോ അല്ലെങ്കിൽ ഒന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനോ ഒക്കെ അതൊക്കെ പഠിപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ ടെക്നോളജിയിൽ ഒരു മിനിമം ഒരു മൈക്കിൽ എവിടെ പൊസിഷൻ ചെയ്യണം, പാടാനല്ലേ പോകുന്നത്, ചുമ്മാ പ്രാക്ടീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് അന്നത്തെ അവിടുന്ന് കുറച്ച് മാറി കാലം. ഇപ്പം 90%ഉം അവർ ആ പറഞ്ഞ വാല്യൂ പ്ലസ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു പ്രാക്ടിക്കലി മൈക്ക് എവിടെ വയ്ക്കുന്നു, എവിടെ ഹോൾഡ് ചെയ്യുന്നു, എന്ത് ടോൺ, അതൊക്കെ ചെയ്യണം. ഹൗ ടു അപ്രീഷിയേറ്റ് എ സോങ്. ഈ കിട്ടുന്ന പൈസ എല്ലാം 100 രൂപയ്ക്ക് പാട്ട് പാടിയാൽ 110 രൂപയ്ക്ക് ചിലവാക്കി കളയാതെ നമ്മളത് കുറച്ച് പൈസയെങ്കിലും മാറ്റി വയ്ക്കുക. ഇന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിലേ നമുക്ക്
അത് തുടങ്ങാൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതൊരു വലിയൊരു ഹെവി അഡ്വൈസ് ഒന്നുമല്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ നിമിഷം തോന്നുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞത്. ഇപ്പം മൈക്കിന്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് കുറെ ആൾക്കാർ അത് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാനുള്ള ഓപ്ഷൻസ് അവർക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ പറഞ്ഞു തരണം. നമ്മുടെയൊക്കെ ജനറേഷനിലെ മൈക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോഴേ അന്നൊക്കെ ആരെങ്കിലും ഒക്കെ മ്യൂസിക് പഠിപ്പിക്കുന്ന സോ കോൾഡ് സ്ഥലങ്ങളിൽ പറഞ്ഞു തരേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തത് ഇതുപോലെ ട്രാക്ക് സിംഗിങ് അതിങ്ങനത്തെ നമ്മളായിട്ട് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്തതാണ്. അല്ലാതെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. ഹൗ ടു മാർക്കറ്റ് യുവർ സെൽഫ്, ഹൗ ടു ഡ്രസ് പ്രോപ്പർലി, ഹൗ ടു ഒരു സ്റ്റേജിൽ എങ്ങനെ നിൽക്കണം. ഒരു പാട്ട് പാടുമ്പോൾ അനാവശ്യമായിട്ട് മുഖം എല്ലാം കൂടി ഇങ്ങനെ വക്രീകരിച്ച് പാടാതെ കഴിയുന്നതും കാണുമ്പോൾ ഇയാൾക്ക് തലവേദനയാണോ ഒന്നും തോന്നുന്ന വിധത്തിൽ പാടാതെ പ്ലസന്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ എങ്ങനെ പാടാൻ പറ്റണം, ബ്രെത്ത് എവിടെ എടുക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാട്ട് പാടുമ്പോൾ എവിടെ ബ്രെത്ത് എടുക്കേണ്ട സ്ഥലം എന്നൊക്കെ മാർക്ക് ചെയ്ത് വേണം പഠിക്കാൻ. ആ ശ്രുതി ചേർത്തോ, തമ്പുരുട്ടോ, ഒരു വർഷം സാ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ കാലമൊക്കെ കഴിഞ്ഞു. ഒരു വർഷം സാ മാത്രം പാടി പഠിപ്പിക്കുക, ശ്രുതി ചേർത്തിട്ട് രീ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ കാലത്തൊന്നും അല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇപ്പം രണ്ട് കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലായിരുന്നു കുറച്ചും കൂടെ എളുപ്പം തോന്നിയിരുന്നോ? ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്പർ ഓഫ് ഫിലിം സോങ്സ് ഒക്കെ പാടാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന പാട്ടുകൾ എനിക്കിപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഞാൻ പാടി തുടങ്ങിയ സമയത്തേക്കാൾ ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ല മ്യൂസിക്കാലിറ്റി ഉള്ള പാട്ടുകൾ പാടാൻ പറ്റുമായിരുന്നു. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? ഒത്തിരി പേര് പറയുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. അങ്ങനെ റെഗുലർലി എല്ലാ ദിവസവും അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കാം. അതെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാറുണ്ടോ അങ്ങനെ? ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ കറക്റ്റാണ്. ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു യൂണിവേഴ്സൽ താങ്ക്സ് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പം ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ചേട്ടൻ്റെ അടുത്തുള്ള നല്ല നല്ല സോങ്സ് എനിക്ക് പറയുമ്പോൾ തന്നെ പാടാൻ അല്ലെങ്കിൽ പാടി തന്നെ അത് കേൾക്കാൻ അടുത്തിരുന്നത് അത് എനിക്ക് വലിയൊരു ഗോഡ് ഗിഫ്റ്റഡ് ആണല്ലോ. ചെയ്യേണ്ട കാര്യം പുതിയ പുതിയ ഇതൊക്കെ പണ്ടും ഉണ്ടെന്നേ. പണ്ട് നമ്മുടെ ഓരോടത്തൊക്കെ കണ്ടിട്ടില്ല, നിങ്ങൾ ഒരു എലിയായി മാറട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത്രയും മെൻ്റൽ പവർ സോ കോൾഡ് തപസ് കൊണ്ടോ വ്രതം കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒക്കെ ആർജിച്ച ആൾക്കാർ അവരുടെ നമ്മളിപ്പം 30 ദിവസമെങ്കിലും മിനിമം ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണം. അവർക്കൊക്കെ സ്പർ ഓഫ് ദ മൊമെന്റ് അല്ലെങ്കിൽ ഒരു ക്ലിക്കിന്റെ സമയത്ത് കൊണ്ട് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്തതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ബൂൺ അല്ലെങ്കിൽ വരം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കും. നശിച്ചു പോട്ടെ അങ്ങനെ പറയുന്നൊക്കെ അത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരുപാട് നേരം നല്ല നല്ല കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും കേൾക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. മീനാക്ഷിയുടെ പ്രോഗ്രാം റെഗുലർലി കാണുന്നുണ്ട്. അയ്യോ, നല്ല രസമുണ്ട്. വളരെ ഓണസ്റ്റ് ഒരു റിയൽ ഫീൽ ഉണ്ട്. താങ്ക് യു. അപ്പൊ ഇനി എല്ലാം അപ്കമിങ് പ്രോജക്ട്സിനും ചേട്ടാ ഓൾ ദി വെരി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ ഇപ്പോഴും ഈ എന്താ പറയാ സൗന്ദര്യം അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും കാണുമ്പോഴും എന്താ പറയാ റെയിൻ ഡ്രോപ്സിന്റെ പ്രോഗ്രാമിൽ കാണുന്ന അതേ ഒരു വളരെ ഇന്നസെന്റ് ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു ഈ ഇത്രയും കാമന്റ് പീസായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് ഈ പോലത്തെ ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ ചേരുന്നൊരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദൈവം അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് ഫീൽഡിൽ തന്നെ വിട്ടല്ല. അവർക്ക് നല്ല സുന്ദരന്മാർ എൻ്റെ കോളേജിലുണ്ട്, നല്ല ഹാൻസം ആയിട്ടുള്ള ചേട്ടന്മാർ. ഞാൻ ഫസ്റ്റ് ഇയർ വരുമ്പോഴേ ഇങ്ങനെ ചേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണ്. അന്ന് മറ്റേ യമഹ RX 100 വരുന്ന ചേട്ടന്മാരുണ്ട്, ചെറിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. സൂപ്പറാ. അപ്പൊ എല്ലാ പേഴ്സണും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു.